My friends, first of all, let me thank Kurian sir and Maria madam for giving me the opportunity when they entered in Calicut. Uh, After seeing the galaxy of speakers, all are excellent and very senior compared to me, and they are very senior. So I don't know how can I deliver up to your expectation. And the topic here selected for by Denham is MSME Summit, and we always talking about MSME, the benefit of MSME, and other aspects. What are the schemes available for SMEs and MSMEs? But I would like to take you in some different thought process. That's why I selected this topic. But Maria Madam restricted me. Every speaker restricted to 30 minutes. This is the subject we need to take one day as a seminar, because lot of things to be discussed and a lot of things to be addressed by this. I can offer one more day when you conduct. You specialize in SME IPO, especially IPO. The topic, the caption by Denham is scale up your business. The anchor already told, കടം ഇല്ലാതെ വരയ്ക്കാൻ പറ്റില്ല, ഫണ്ട് ഇല്ലാതെ വരയ്ക്കാൻ പറ്റില്ല. എൻ്റെ പല ക്ലയൻസും കൂടി ഇരിക്കുന്നുണ്ട്. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് ഞാൻ ഇന്ന് ഫണ്ട് പെട്ടെന്ന് റെഡിയാക്കുന്ന. പക്ഷെ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കാത്ത ചില ഏരിയകളെ നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്യാൻ വിത്തിൻ ദീസ് 25 minutes. That's what my topic intends to do. ആനന്ദ്മണി സർ എപ്പോഴും പറയും, നിങ്ങളെ കുറച്ച് ടേക്ക് അവേ വേണം ആഫ്റ്റർ കൺക്ലൂഷൻ ഓഫ് ദ ടോപ്പിക്. ഓൾവേസ് ജസ്റ്റ് പറയുന്ന പോലെ. പക്ഷെ I prepared, my team prepared 23 slides, but 23 I cannot run. I just go through the single thing. Okay. എല്ലാവർക്കും അറിയാം MSME എന്താണ്. 2006 ഒരു ആക്ട്, ഡിഫൈൻഡ് ആക്ട് 2006 വന്നു. During those period, MSME's contribution to the GDP of Indian economy was 8%. Gradually, economy growth in the കൂടെ തന്നെ MSMEകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഡാറ്റ ഓൾവേസ് ഗവൺമെൻറ് ടീം പഠിക്കും. അങ്ങനെ പഠിച്ച് ഗ്രാജുവൽ ഇൻക്രീസ് വന്നു. Currently, you won't believe 30% of the GDP contributed by MSME, 30%. And expecting a target of 50% by 26-27. Total 50% expected the target in. Matrualla 7.5 MSME already registered on it. CAGR, compounded growth rate 2.5 ആണ്. ഇന്ത്യൻ എക്കണോമിയുടെ 45% കോൺട്രിബ്യൂട്ട് ചെയ്തത് GDP MSME ആണ്. 45% എക്സ്പോർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓവർ 11 crore എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഞാൻ അത്ര ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷെ യു മസ്റ്റ് നോ, അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് MSME ഇൻ ഇന്ത്യൻ എക്കണോമി. ദാറ്റ്സ് വാട്ട് ഐ ജസ്റ്റ് കുറച്ച് ഡാറ്റ പറയും. കാരണം Balagopal sir already പറഞ്ഞു, without any data you won't say anything. That was his super advice. ഞാൻ ഇത് കൺക്ലൂഷൻ ചെയ്ത് ജസ്റ്റ് ഷേക്ക് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, എപ്പോഴും ഡാറ്റ വെച്ച് പറയണം. അപ്പം എനിക്ക് തോന്നി ഡാറ്റ ഇല്ലാതെ നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യം, ബിക്കോസ് എല്ലാവരും നല്ല ബിസിനസ് ആൾക്കാരാണ്. മിനിസ്ട്രി, ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി തന്നെ MSMEക്ക് ഫോം ചെയ്ത്. ദീസ് ആർ ഓൾ MSMEയുടെ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ വളരെ അതിൽ നിന്ന് മാറി നമ്മുടെ ഫോക്കസ് വേണ്ടത് ലിസ്റ്റിംഗ്. എപ്പോഴും നമ്മൾ പറയും ലിസ്റ്റിംഗ് കേട്ടിട്ടുണ്ട്, ഷെയർ ലിസ്റ്റ് ചെയ്യുന്നു, പലരും അതിൽ ഇൻവോൾവ് ആണ്. ഒരു തെറ്റായ മിത്ത് ഉണ്ട്, ലിസ്റ്റിംഗ് ഈസ് ഓൺലി ഫോർ ദ ലാർജ് കമ്പനി. വലിയ കമ്പനികൾക്ക് ടാറ്റ, റിലയൻസ്, ബിർള അങ്ങനെയൊക്കെയായിരുന്നു നമ്മളും ഇനീഷ്യലി വിചാരിച്ചത്. ബട്ട് 2012 ഗവൺമെന്റ് ഹാസ് സ്റ്റാർട്ടഡ് അണ്ടർ ദ NSE and BSE SME listing platform. 2012 it was not
in good. But later in 2017, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വന്നു. ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജസ്റ്റ് ഷെയർ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി, എല്ലാവരും മനസ്സിലാക്കി. പക്ഷേ ഇവിടെ ബാങ്കർ പറഞ്ഞു നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ ബിസിനസിന്റെ വാല്യൂ അൺലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലിസ്റ്റിംഗ്. സിമ്പിൾ പറഞ്ഞാൽ ആ ഒരു ലിസ്റ്റിംഗ് വലിയ ആളുകൾക്ക് മാത്രമേ, വലിയ കമ്പനികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നത് കംപ്ലീറ്റ് തെറ്റാണെന്ന് തെളിയിക്കുന്ന 2 വർഷമായിരുന്നു 2022, 23, 23, 24. സാധാരണ നമുക്ക് നേരത്തെ ബാലഗോപാൽ സാർ പറഞ്ഞു ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ആയിരുന്നു. നമ്മൾ പോലും മനസ്സിലാക്കാത്ത കേരളത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നമ്മൾ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ബാലഗോപാൽ സാർ പറഞ്ഞു. ഒരുപാട് ഓപ്പർച്യൂണിറ്റി, $140 ബില്യൺ നിന്ന് $280 ബില്യൺ ആവുന്ന ഒരു എക്കണോമിയാണ് കേരളം. നമുക്കറിയാം, നിങ്ങൾക്ക് ഡാറ്റ, നെക്സ്റ്റ് സ്ലൈഡിലുള്ള ഡാറ്റ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ SME IPO ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് നോർത്ത് ഇന്ത്യൻസ് ആണ്. ഐ മീൻ നോർത്ത് ഇന്ത്യൻ ഓണ്ടർപ്രണേഴ്സ് ആണ്. We all know that the cultural difference and the even habit, food habit, everything different from the North India when we compare to the South India. But the same thing, even though South Indian people are per capita in the latest study pragaram, per capita income is higher than the North Indian people, and the spending capacity also higher than the North Indian people. But the North Indian people are creating the wealth by using the opportunity of listing. Even the small company, the family company, ചെറിയ കമ്പനി പോലും ലിസ്റ്റ് ചെയ്തിട്ട് every month 20 ലിസ്റ്റിംഗ് അടക്കം ഇന്ത്യയിൽ നടക്കുന്നത്. യൂണോ ബില്യൺ 20 ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 200 നമ്പർ ഓഫ് കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് പോവാം? I know the limitation of time. Now it is 17 minutes. ഒരു ജസ്റ്റ് ട്രെൻഡ് കാണിക്കാം. ഇത് ജസ്റ്റ് നിങ്ങൾ I can share the presentation also after this session. 2020 27 ആയിരുന്നു നമ്പർ ഓഫ് SME IPO. ജസ്റ്റ് 2024 205 ആയി. അതിന്റെ എമൗണ്ട് ഫണ്ട് റേസ് ചെയ്തത് 7,425 crore റേസ്ഡ്. ഒരൊറ്റ വർഷം SME ലിസ്റ്റിംഗിലൂടെ ഇന്ത്യൻ എക്കണോമി റേസ് ചെയ്തത് 7,425 crores ആണ്. ദീസ് ആർ ദ സെക്ടർ വൈസ്. എല്ലാ സെക്ടറിലും SME ലിസ്റ്റിംഗ് പോസിബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ മേജർ ട്രേഡിംഗ്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ കമ്പനി, മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ആർ ട്രേഡിംഗ് കമ്പനി. And also there is this growth symptom mentioned by the Balan sir. There's the flow of economy, the market is from agriculture to non-agriculture. That is 85% of the Kerala economy is contributed by the non-agriculture. That's a good thing. Even you can also utilize this opportunity by seeing all the sectors. This is the data. I'm not able to read all the sector-wise data because of the time constraint. ഞാനൊരു SMEയുടെ ഒരു ട്രെൻഡ് അളക്കാനാണ് ഞാനിത്. ഇത് ലാസ്റ്റ് ഈ വർഷത്തിലുള്ള ഒരു മേജർ ലിസ്റ്റഡ് SMEസിന്റെ ഒരു ജൂലൈ വരെയുള്ള അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഏകദേശം 1000+ SME ലിസ്റ്റ് ചെയ്തു. 329,000+, that meant 330,000 crores already fund market in the raise ചെയ്തു. നമ്പർ ഓഫ് കമ്പനി മെയിൻ ലിസ്റ്റിംഗിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് 328 കമ്പനി മൈഗ്രേറ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഈ ഡാറ്റകൾ പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 23-24 ഇയർ ആണ് ഏറ്റവും നന്നായിട്ട് SMEകൾ ലിസ്റ്റ് ചെയ്ത വർഷം. ഇപ്പൊ കറന്റ് ഇന്നലെ കേരളത്തിൽ നിന്നൊരു ലിസ്റ്റിംഗ് ചെയ്തു, സാജ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്.
6.5 times value ചെയ്തിട്ടാണ് 10 rupeesന് 65 rupeesലാണ് വാല്യൂ. പക്ഷേ ഇന്ന് അതിനൊരു ജസ്റ്റ് ഡിപ്പ് ഉണ്ട് ബിക്കോസ് ഓഫ് ദ വാർ. ഇൻഡസ്ട്രി, നിങ്ങളുടെ കമ്പനിയുടെ പേര് നോക്കണ്ട. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഗോ ത്രൂ ദ ഇൻഡസ്ട്രി ലിസ്റ്റ് ആൻഡ് ദ ലൊക്കേഷൻ. ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ്. മദനിക്ക് എപ്പോഴും പറയുന്ന നോർത്ത് ഇന്ത്യൻസ്, ഗുജറാത്തീസ് ആണ് എസ്പെഷ്യലി പൈസ ഉണ്ടാക്കിയുള്ള സ്മാർട്ട്. കേരളത്തിലൊന്നും അതിന് നമ്മളിങ്ങനെ പറഞ്ഞിരിക്കും, പക്ഷെ കേരളത്തിലൊന്നും അതിന് സമയം എടുക്കുന്നുണ്ട്. അവർ വളരെ സ്മാർട്ടായിട്ട് ഇഷ്യൂ പ്രൈസ്, ഒരു കമ്പനിയുടെ ഞാൻ എടുക്കാം, മധ്യപ്രദേശിൽ 87 rupees ഇഷ്യൂ പ്രൈസ്. 87 rupees എന്ന് പറഞ്ഞാൽ ദ ഫേസ് വാല്യൂ പ്രൊമോട്ടേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് 10 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 87 rupees, ദാറ്റ് 8.7 times വാല്യൂ ചെയ്തിട്ട്, വാല്യൂ അൺലോക്ക് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്ത പ്രൈസ്, കറന്റ് പ്രൈസ് 1370. ദാറ്റ് മീൻസ് 1400% growth. That is the SME and the highlight of present SME. Last column നോക്കിയാൽ that is the percentage. എല്ലാ കമ്പനിയും above 500% growth വന്നിട്ടുണ്ട്. Delhi, major listed companies are in Delhi, Gujarat, Madhya Pradesh, Maharashtra and Rajasthan. കുറച്ച് മാത്രമാണ് ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ ടൈം. ഇതിലൊരു ഏറ്റവും നിങ്ങൾ നോക്കൂ, the first one food company from Delhi, they need only 6 crore, but the times subscription times 2000, ഏകദേശം 10,000 കോടി ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ട്. ഇത് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത റീസൺ ഹൈലൈറ്റ്. ഇതിൽ ഓഗസ്റ്റ് 4th ഇഷ്യൂ ചെയ്ത് SME ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, 5th ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡേറ്റുകൾ ഡീറ്റെയിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതൊരു ട്രെൻഡ്. എന്തുകൊണ്ട് നമുക്ക് പോയിക്കൂടാ? എന്താണ്, വാട്ട് ഇസ് എ ബെനിഫിറ്റ്? നേരത്തെ പറഞ്ഞു കേരളത്തിലൊരു ട്രെൻഡ്. ഐ ആം ഇൻ കൺസൾട്ടിംഗ് ഫീൽഡ്. ഒന്ന്, പ്രൊമോട്ടേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന്റെ ഫണ്ട് എടുത്തിട്ട്, ഇനീഷ്യൽ സീഡ് ഫണ്ട്. നെക്സ്റ്റ് ക്രൗഡ് ഫണ്ടിങ്. ക്രൗഡ് ഫണ്ടിങ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ഐ എം നോട്ട് മെൻഷനിങ് ദാറ്റ് ഗ്രൂപ്പ്, ബട്ട് very efficiently they utilize the crowdfunding. The most of the investors are looking at the promoter's face instead of the business. Like America, instead of the business, the personal relationship, based on the personal relationship they are investing in the business. Personal relationship invest ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ചാൽ വേഗം ഫണ്ട് കിട്ടും. But the negative side, you will be in pressure. Because they are directly coming to you and asking to you what is the return. The most of the Malayali people are looking for the monthly return instead of wealth creation. But when you go for the listing, you will be able to know that the value of your business. നമ്മുടെ എപ്പോഴും ബിസിനസ് ഇപ്പൊ ധനത്തിന്റെ വാല്യൂഷൻ എന്താണ്? കുര്യൻ സർ ആയ വേണ്ടി നോക്കില്ലോ. പക്ഷെ ചിലപ്പോൾ ഒരു പാർട്ട്ണർ വരുമ്പോൾ നമ്മുടെ വാല്യൂഷന് പോകും. അപ്പോഴാണ് നമുക്ക് ഇത്ര വാല്യൂ നമ്മൾ ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് മുന്നേ വല്ല ലിസ്റ്റ് ചെയ്യായിരുന്നു തോന്നിപ്പോകും. ദ വാല്യൂഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വാല്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ബട്ട് വെൻ IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് കഴിഞ്ഞ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ വാല്യൂ, ബിസിനസിന്റെ വാല്യൂ ഡെയിലി അറിയാൻ പറ്റും. ഇപ്പൊ കല്യാൺ, നമ്മളെ തൃശ്ശൂരിൽ നിന്ന് പോയ കല്യാൺ 10 രൂപയുടെ ഷെയർ, ദാറ്റ് ഈസ് നോട്ട് SME അല്ല, മെയിൻ ബോർഡിലാണ് പോയത്. We all know that what was their performance and all. The face value was the 10 rupees and issued price was 87 rupees. That means 8.7 times valuation kitty. Now today their rate is 701 rupees. The value total market capitalization is 73,625 crore. 73,000 കോടി വാല്യൂ ഉള്ള എൻ്റെ സ്ഥാപനം ഞാനിങ്ങനെ മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇങ്ങനെ കാണുമ്പോൾ സ്വാമിക്കൊരു സുഖം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. എവ്രി ഡേ യു ക്യാൻ റിയലൈസ് ദ വാല്യൂ ഓഫ് യുവർ ബിസിനസ് വിച്ച് വിൽ നെവർ യു അസെസ്ഡ്. അല്ലേ? നിങ്ങൾ ഇതിൽ
പല ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഒരാള് ഇന്നത്തെ നിങ്ങളുടെ ബിസിനസിന്റെ വാല്യൂ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും? ഈവൻ മദനിക്ക് നോക്കിയിട്ടുണ്ടാവില്ല, ആരും നോക്കിയിട്ടില്ല. ബിക്കോസ് യു ആർ നോട്ട് ഈവൻ അവെയർ ഓഫ് ദ വെൽത്ത് ക്രിയേഷൻ വിച്ച് ഈസ് ഓഫറിംഗ് ബൈ ലിസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നെഗറ്റീവ് സൈഡ് ഉണ്ട്, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് ഇപ്പോൾ ഇന്ത്യയുടെ എക്കണോമി IPO ക്യാപിറ്റൽ മാർക്കറ്റ് ഭയങ്കര ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ബെനിഫിറ്റ് 3 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഡീറ്റെയിലേക്ക് പോകുന്നില്ല. കമ്പനി ആസ് സച്ച് ബെനിഫിറ്റ്, ദ ലിക്വിഡിറ്റി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴത്തെ കൾച്ചർ ക്രൗഡ് ഫണ്ടിങ് എത്തിക്കഴിഞ്ഞാൽ ഈവൻ ഷെയർ ഹോൾഡേഴ്സ് വാണ്ട്, ഒരു ഷെയർ ഹോൾഡർ വന്ന് നിങ്ങളോട് പറയുന്നു എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഐ വാണ്ട് ഇറ്റ് ബാക്ക്. ഈവൻ ദേ ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ് ഇസ് എ ഇക്വിറ്റി ഷെയർ, റീഫണ്ട് ഇസ് നോട്ട് പോസിബിൾ, ഓൺലി ട്രാൻസ്ഫർ ഇസ് പോസിബിൾ. അതൊന്നും അറിയില്ല. ബിക്കോസ് നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, തിരിച്ചു ചോദിക്കുന്നു. ലിക്വിഡിറ്റി പ്രോബ്ലം വരും, കമ്പനിക്ക് വരും, പ്രൊമോട്ടേഴ്സിന് വരും. ആ ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം നമുക്ക് കമ്പനിയുടെ പുറത്ത് വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും കമ്പനിക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇന്ന് നാളെ കുറച്ച് പൈസ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ട്രേഡ് ചെയ്തിട്ട് വിറ്റിട്ട് പൈസ ആക്കാം, പിന്നെ പിറ്റേ ദിവസം വാങ്ങിക്കാം. കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന് വലിയ ബെനിഫിറ്റ് ആണ്. ദെൻ ദ പ്രൊമോട്ടേഴ്സ്, നേരത്തെ പറഞ്ഞു പ്രൊമോട്ടേഴ്സിന് വാല്യൂ അൺലോക്ക് ചെയ്യാൻ, എൻ്റെ ബിസിനസ്സിന് എത്ര വാല്യൂ ഉണ്ട്, എത്ര മാർക്കറ്റിൽ കിട്ടും. There is some regulations, SEBI regulation, Companies Act in the restrictions ഉണ്ട്. 20% promoters contribution to dilute ചെയ്യാൻ, but that are different legal aspect. But instead of that, promoters will get the good valuation when go for the listing. And moreover, നിങ്ങൾ ലിസ്റ്റിങ്ങിന് പോകുമ്പോൾ, ഞാൻ ചില സമയത്ത് എൻ്റെ ക്ലയൻസിനോട് പറഞ്ഞു, ഈവൻ നിങ്ങൾ ലിസ്റ്റിങ്ങിന് പോകുന്നില്ലെങ്കിൽ പോലും ലിസ്റ്റിംഗ് റെഡി കമ്പനിയാണ്. ദാറ്റ്സ് മദനിക്ക് ഇമ്പോർട്ടൻസ് പറഞ്ഞു സ്പീച്ചിൽ പറയും. കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് ആൻഡ് ദ അക്കൗണ്ടബിലിറ്റി ആൻഡ് ദ ട്രാൻസ്പെറൻസി. കേരളത്തിൽ നമ്മൾ പലരും പറയും, എവറിബഡി ടോക്ക് അബൌട്ട് മൈ ടേൺ ഓവർ ഈസ് 1000 crores, മൈ ടേൺ ഓവർ ഈസ് 2000 crores, സംതിങ് ലൈക്ക്. ബട്ട് ദ പീപ്പിൾ നെവർ സേ മൈ പ്രോഫിറ്റ് ഈസ് ദിസ് മച്ച്. പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രോഫിറ്റ് ഇത്രയും ആരും പറയുന്നില്ല. ബിക്കോസ് ദ ബാലൻസ്, the P&L and the books of accounts is very weak because of the lack of awareness of the value which you are going to get when the books and the entire system is ready for to accept the market people. നേരത്തെ പറഞ്ഞു നമ്മളെ പല ഫണ്ട്, ഈവൻ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ്, ഇതിനൊക്കെ വേറെ ഗുണങ്ങളുണ്ട്. പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് ഒക്കെ സ്വീകരിക്കുമ്പോൾ the non people are going to invest in your company, non people. But when you go for the listing, unknown people, they are not directly connected to you. That is the most important benefit for you. You are not getting the only thing, that business performance should keep on going. അത് വേണം. അത് മാർക്കറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല, അവരെ ഷെയറിനും വേണം. So that is the important. I am not getting the detail. These are all the benefit, promoters benefit, employees, but these are very important things. When a listed company with a talented HR manpower കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്. മാത്രമല്ല എംപ്ലോയീസിന് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമുകൾ, അതിൻ്റെ ഒക്കെ ലിമിറ്റ്, there is some conditions are there, but there are stock option schemes are there. So the most talented people will come to your company when you go for the listing. ഇപ്പം നമ്മൾ പിന്നെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പറയാണ്ടില്ലേ, ഒരു മാർക്കറ്റിൽ പീപ്പിൾ സെബി അല്ലെങ്കിൽ കമ്പനീസ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റീസ് ഒക്കെ സർട്ടിഫൈ ചെയ്യുക ദിസ് ദ കമ്പനി ടു പബ്ലിക്. കാരണം സെബി ഒക്കെ നിൽക്കുന്നത് പബ്ലിക്കിന് പ്രൊട്ടക്ട്, പബ്ലിക് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദേ ആർ ഗിവിംഗ് ദ സർട്ടിഫിക്കറ്റ് ദാറ്റ് യു ക്യാൻ ലിസ്റ്റ് ഇൻ യുവർ ഷെയർ ആൻഡ് ട്രേഡ് ഇൻ ദ പബ്ലിക്. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ അതിനൊക്കെയാണ് എല്ലാ അസറ്റ്സും ലയബിലിറ്റിയും എഴുതി വെച്ച് വൃത്തിയാക്കി ബുക്സിൽ പറഞ്ഞ് കൊടുക്കാനുള്ളവരുടെ സമ്മതം വാങ്ങി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതാണ് കടം തീർക്കാനുള്ള മാർഗം കണ്ട് ബുക്സ് വൃത്തിയാക്കും അല്ലേ? വൃത്തിയാക്കിയിട്ടാണ് പോകുക. കാരണം ഒരു നല്ല മാമൂസ് മുക്കി ഒരു കുട്ടിയെ പോലെ ഫ്രഷ് ആയിട്ട്, അല്ലെങ്കിൽ ശബരിമലയിൽ പോയി എന്നെല്ലാം പാപങ്ങളൊക്കെ പുറത്ത് റെഡി ഫ്രഷ് ആയിട്ടാണ്. ദാറ്റ് ഇസ് ദ ലിസ്റ്റിംഗ്. ലിസ്റ്റിങ്ങിന് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ റെഡി ആയിട്ട് പോയാൽ മാത്രമേ സെബി അപ്രൂവ് ചെയ്യണം.
അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താ വെച്ചാൽ നിങ്ങളൊരു സിസ്റ്റം ഡ്രിവൺ ഒരു സസ്റ്റൈനബിൾ ബിസിനസ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് ഒക്കെ അറിഞ്ഞോ അറിയാതെയോ കമ്പനിയിലേക്ക് വന്നു. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിന് ഈവൻ ലിസ്റ്റ് ചെയ്യാതെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോയ് ആലിക്കൻ ഓൾറെഡി ക്ലിയർഡ് എവറിത്തിങ്. അവർ ലിസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് ഒരു പിന്നെ പ്രോബ്ലം കൂടെ ഐഡന്റിഫൈ ചെയ്ത് അത് ക്ലിയർ ആക്കിയിരുന്നു. ജോയ് സാർ പേഴ്സണലി പറഞ്ഞു, എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ നല്ല മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ദ കമ്പനി ഈസ് ഫുള്ളി ക്ലീൻഡ് അപ്പ്, എവറിത്തിങ് പെർഫെക്റ്റ്, ഈവൻ 100% പെർഫെക്ഷൻ ആയിട്ടാണ് കമ്പനി മാറുന്നത്. സോ ദർ ആർ ടു ബെനിഫിറ്റ്സ്: ഗോ ഫോർ വെൽത്ത് ക്രിയേഷൻ ആൻഡ് ക്ലീൻ അപ്പ് ദ കമ്പനി വെൻ ഗോ ഫോർ ലിസ്റ്റിംഗ്. ദീസ് ആർ ദ ട്രാക്ക് റെക്കോർഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഈ സാറ് പറയുന്നത്. ആഷിഖ് ഇങ്ങനെ പറയുന്നുണ്ട് ലിസ്റ്റ് ചെയ്ത് അത്ര കിട്ടും ഇത്ര കിട്ടും. ബട്ട് can I go for the listing? Very simple. 2018 SEBI ICDR regulation 2018, there is an amendment brought up and the criteria simplified. Criteria simplified. രണ്ട് SME listing platform ആണ്. ഒന്ന് NSE Emerge and BSE SME. NSE Emergeൽ ട്രാക്ക് റെക്കോർഡ് ഒരു 3 year ട്രാക്ക് റെക്കോർഡ് ഉണ്ടായത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, not even PAT, operating, but that's EBITDA, cash profit. 2 year out of 3 year. BSE 3 year ഏതെങ്കിലും ഒരു വർഷം. പിന്നെ പോസിറ്റീവ് നെറ്റ് വർത്ത് 25 crore പോസ്റ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതായത് നമ്മൾ 10 രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഫണ്ട് സ്വീകരിച്ച് 25 crore മുകളിലേക്ക് ആകുമ്പോൾ നിങ്ങൾ മെയിൻ ലിസ്റ്റിംഗിലേക്ക്, മെയിൻ ബോർഡിലേക്ക് പോകണം. നെറ്റ് വർത്ത് പോസിറ്റീവ്, മിനിമം നമ്പർ ഓഫ് അലോട്ടീസ് 50 ആണ്. നെറ്റ് ടാൻജിബിൾ ക്രൈറ്റീരിയ NSEയിലുള്ള BSEയിൽ 1.5 crore ആസ് പെർ ദ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ്. ദീസ് ആർ ദ ക്രൈറ്റീരിയ. ദാറ്റ് മീൻസ് ഒരു പക്ഷേ നിങ്ങളെല്ലാ കമ്പനിക്ക് ഇതുണ്ടാവും. പോസിറ്റീവ് ഒരു നെറ്റ് വർത്ത് ഉണ്ടാവും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പോസിറ്റീവ് ആവും. നിങ്ങൾ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഈവൻ ദ കോസ്റ്റ് ഓഫ്, ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ദ മെയിൻ ബോർഡ്, SME റൂട്ടിലൂടെ മെയിൻ ലിസ്റ്റിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ കോസ്റ്റ് കുറച്ചും കൂടി കുറയും. The main listing it will cost around 10%, 8 to 10%, but if you go for the SME listing it will make 4 to 5% of the total size. ഇത് നേരത്തെ പറഞ്ഞ compliance aspect. നെക്സ്റ്റ് നിങ്ങൾ ഇന്ന് ഈ ഒരു ടേക്ക് away, that's what Anmani sir always say, if you want to take something to take away from the session, you just prepare for the IPO, SME IPO, and you should start thinking IPO and create the roadmap to the IPO. നിങ്ങൾ പെട്ടെന്ന് നാളെ തന്നെ ജമ്പ് ചെയ്യണം എന്നല്ല പറഞ്ഞു, ബട്ട് യു ഷുഡ് ക്രിയേറ്റ് എ റോഡ് മാപ്പ്. റോഡ് മാപ്പ് IPO നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്ഷനാണ് റോഡ് മാപ്പ്. കാരണം നമ്മുടെ ബിസിനസ്സിന് എവിടെയൊക്കെ പ്രോബ്ലം, ഓഡിറ്റ് ഒരു സെൽഫ് ഓഡിറ്റ് ഓട്ടോമാറ്റിക്കലി വരും. ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ബിസിനസ് മോഡൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രക്ചർ, ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചർ, കൺട്രോൾ സ്ട്രക്ചർ, ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചർ, ദാറ്റ്സ് വാട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഉല്ലാസറൊക്കെ ഫാമിലി ബിസിനസ്സിൽ തന്നെ വളരെ നന്നായിട്ട് കൊണ്ടുവരുന്ന വാല്യൂ ക്രിയേഷന് വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് സ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് അനാലിസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ MIS practice, monthly MIS practice you should start now, and the comparative business analysis, always you should watch your competitors analysis and to make your business as a positive thing. And the business valuation, ഒരു 1 day എടുക്കാനുള്ള സബ്ജക്റ്റ് ആണ് മാഡം ബിസിനസ് വാല്യൂഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വാല്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ ടിപ്സ് ഉണ്ട്. അത് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഗുഡ് വാല്യൂഷൻ. Even the due diligence, the corporate compliance practice, when I talk about the compliance, being the company secretary, when I talk about the compliance, the importance of compliance, the people will always think, okay, avarke fees kittananu velu. But in my experience, when I started the compliance, the importance of the compliance within my client base, they got the great valuation. Even in Calicut, Asylum, they got a good valuation because of the good compliance practice that they have started, because of the initial and our roadmap created. They got a 500 crores valuation also. So compliance is very important to get the confidence of investors and to be certified by the
See, that is very important. Financial structuring already told. Capital structuring വളരെ important ആണ്. Corporate structuring, shareholding structure, organization structure. Back. ഇതെല്ലാം വാല്യൂഷനിൽ ഫാക്ടർ ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് വാല്യൂഷൻ നടത്തുമ്പോൾ ഫാക്ടർ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളാണ്. ഡ്യൂ ഡെലിജൻസ്, ഗ്യാപ്പ് അനാലിസിസ്, ലീഗൽ ഡ്യൂ ഡെലിജൻസ്. ബിക്കോസ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ടൈം 5 minutes, sorry. നമ്മൾ പലപ്പോഴും നിങ്ങളിപ്പോൾ കമ്പനി ഒരു LLP സ്ട്രക്ചർ ആണെങ്കിൽ എപ്പോഴെങ്കിലും പ്രൊമോട്ടർ നിങ്ങൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എല്ലാവരും ഒന്ന് കൈവക്കോ. വലിയത് കുര്യൻ സാർ വായിക്കാൻ കുര്യൻ സാർ നടത്തുന്ന ദിനം ആയതുകൊണ്ടാണ്. നിങ്ങൾ ആർട്ടിക്കിൾ വായിച്ച് നോക്കണം. അപ്പോൾ ആർട്ടിക്കിൾ, കാരണം ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വിൽ ടോക്ക്, ദ പേഴ്സൺ വിൽ നോട്ട് ടോക്ക്. ഡോക്യുമെന്റ് മാത്രമേ, വാല്യുവേഷൻ അവിടുന്ന് തുടങ്ങും. ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. പ്രൊമോട്ടേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഈവൻ LLP ആണെങ്കിൽ LLP agreement is very important. Even without your capital, much capital, even for example if you have the promoters is having 10% capital and the 90% investing by the public, in LLP you can have the majority 51% controlled by drafting a beautiful LLP agreement and also valuing your business. Okay, so this is the most important part. IPO readiness, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നെക്സ്റ്റ്. സോ IPO SME നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? സബ്സ്ക്രിപ്ഷൻ ടൈംസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണോ? ചിലപ്പോൾ ഡിപ്പ് ഉണ്ടാവേ, അതും പ്രതീക്ഷിക്കണേ. പക്ഷേ ഗുണം പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദ വാല്യുവേഷൻ. ഇഷ്യൂ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കല്യാണ എക്സാമ്പിൾ 10 രൂപേൻ്റെ ഷെയർ വാല്യൂ അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ കൊടുത്തത് 87 രൂപീസാണ്. ലിസ്റ്റ് ചെയ്ത് വന്നപ്പോൾ വാല്യുവേഷൻ പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷൻ കൂടി ട്രേഡ് ചെയ്ത് വാല്യുവേഷൻ, ടുഡേസ് വാല്യുവേഷൻ 701. അപ്പം 1,00,000 നമ്പർ ഓഫ് ഷെയർസ് ഉള്ള ആള് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രൊമോട്ടർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും 10 lakh ആണ് അല്ലേ? 10 lakhന് 10 രൂപയുടെ 1 lakh ഷെയറിന് ഇന്ന് 700 into 1 lakh. That is the value. If you want to exit from the market, if you want to create your wealth, or if you want the liquidity, you can sell. Simple. അപ്പം നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് നിങ്ങൾ IPO-നെ കുറിച്ച്, SME IPO-നെ കുറിച്ച് ചിന്തിക്കുക. കേരളത്തിൽ നിന്ന് ഈ ട്രെൻഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈവൻ നെക്സ്റ്റ് മെയിൻ IPO പോയ കമ്പനികൾ കല്യാണുണ്ട്, ആസ്റ്റർ ഉണ്ട്, മലബാർ ഈസ് പ്ലാനിങ് ആൻഡ് സൈലം ഈസ് പ്ലാനിങ്. ബട്ട് SME-യിൽ ഇന്നലെ വരെ ഒരു SME, പക്ഷെ കേരളത്തിലൊക്കെ കാറ്റ് ഇങ്ങനെ അടിച്ചടിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ബാലഗോപാൽ സാറിനെ പോലുള്ള ആൾക്കാരാണ് KSIDC ഒക്കെ ലീഡ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി this awareness, his speech is an eye-opener for all of us, because 2030 $280 billion economy ആയി കേരളം മാറുന്നെങ്കിൽ don't miss the opportunity to get your value by unlocking your values. Okay, thank you so much.